ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം പ്രഥമസ്കന്ധം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ആദിമൂലശ്രീ പരമാനന്ദസ്വതയിൽ നിന്ന് ആദരാലുണർന്നിഴിഞ്ഞീടിനോരമൃതവും പാനം ചെയ്തനുദിനമാനന്ദിച്ചലസാതെ മാനസപത്മത്തിങ്കൽ വാഴും പൈങ്കിളിപ്പെണ്ണേ, മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞ് ദിവ്യാനന്ദ സ്വാഭാവികം സാധിപ്പാനെളുതായ സാധനമേ ഇതൊന്നുള്ളൂ. സാദരമതു ബാലേ കാലേ ചൊല്ലന്നോടിപ്പോൾ, ചൊല്ലുവാനേകമുണ്ടോരോരോ മുനീന്ദ്രന്മാർ ചൊല്ലിയ വേദാന്ത സാരാധികൾ ബഹുവിധം. ചൊല്ലരുതവയൊന്നും നമുക്ക് പുരാണങ്ങൾ ചൊല്ലുകെന്നതും കേൾക്കെന്നുള്ളതും ചെയ്യാമല്ലോ. ചൊല്ലഴും പുരാണങ്ങളുള്ളവയെല്ലാറ്റിനും നല്ലത് ഭാഗവതമെന്നല്ലോ ചൊല്ലിക്കേൾപ്പൂ. പത്മാദി പുരാണങ്ങളൊക്കെയും നന്നെങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാനിതേ നല്ലു. ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചൊന്നത് ഓരോന്നേ നിരൂപിച്ചാൽ എളുതില്ല ഇത്രയൊന്നും. ഓരോരോ ജനങ്ങൾക്കു മുക്തിമാർഗ തത്വങ്ങൾ ഓരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ എന്നതിലെല്ലാ വർണ്ണത്തിങ്കലുമെല്ലാവർക്കും നന്നായി സാധിക്കുവാൻ ഒന്നേ എളുപ്പമുള്ളൊന്നല്ലോ. എത്രയും എളുപ്പതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പാൻ വേദവ്യാസൻ ഉത്തമ ശ്ലോകചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും മിശ്രമായി വിശുദ്ധമായി ചമച്ചു ഭാഗവതം അതിങ്കൽ നിരന്തരം രമിപ്പാനായിട്ടത്രേ മറ്റുള്ള കഥകളെല്ലാം. ഇവിടെ ആദ്യ ശ്ലോകം മംഗലചരണമായി കവിനായകൻ പ്രയോഗിച്ചതു വേദവ്യാസൻ. സർവജ്ഞനായി സർവജഗൽക്കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനത സ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദമായ പരമാത്മാവു തന്നെ ധ്യാനിക്കായി വരേണമേ. വസ്തുനിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ടു ചൊല്ലി, സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വവും അതിൽ പ്രാപ്തി സാധനവുമായി മേഘ്യമായിരിക്കുന്ന ധർമ്മവും അതിങ്കല് കേൾക്ക മാത്രമേ വേണ്ടൂ. ഭക്തിയുണ്ടാവാൻ പിന്നെ മോക്ഷവും വരുമെന്നു വേറെ ഞാൻ ചൊല്ലേണമോ? സുഖമേ സേവിച്ചിടും പ്രാമാണ്യവശന്താനും നിഗമമെന്നു മൂന്നാം പദ്യത്തെ കൊണ്ടു ചൊല്ലി, വേദമായിടുന്നൊരു കൽപ്പകവൃക്ഷത്തിൻ്റെ മോദമാർന്നെഴും ഫലമാദരപൂർവം ഭക്തിയാ വീണിതു ശുഖമുഖത്തിങ്കൽ നിന്നുടൻ ഭുവി ആനന്ദം വരുമാർ പീയൂഷദ്രവത്തോടും. അങ്ങനെയുള്ള മഹാഭാഗവതാഖ്യരസം മംഗലം വന്നു പരന്തങ്കലയിപ്പോളം ആവോളം പാനം ചെയ്തു കൊള്ളുക രസികന്മാരായുള്ള ഭാഗവത മുഖ്യന്മാർ നിരന്തരം. എങ്കിലോ ചൊല്ലു സംസാരം കൊണ്ടുണ്ടാകും സങ്കടം പോകും വണ്ണം വൈകാതെ സുഖമേ നീ ചൊല്ലുവാനിവിടെ ഇപ്പോൾ. എനിക്കിതേതുമില്ലൊരു മാധ്യം മാധുര്യാദി ലക്ഷണങ്ങളാൽ ചൊല്ലപ്പോകാതൊരതിമൂഢനായതു ഞാനോ. നീ ചൊല്ലുവാനിവിടെ ഇപ്പോൾ എനിക്കിനി ഏതുമില്ലൊരു മാധ്യം മാധുര്യാദി ലക്ഷണങ്ങളാൽ ചൊല്ലപ്പോകാതൊരതിമൂഢനായതു ഞാനോ. ചൊല്ലുവാൻ അവരവരുണ്ടല്ലോ കവീന്ദ്രന്മാർ, ചൊല്ലുന്നവർ മുമ്പിൽ ചെന്നു ചൊല്ലുമ്പോൾ പിഴ ചൊല്ലുകയല്ലല്ലേ എന്ന
അല്ലലുല്ലസിക്കുന്നു. വല്ലഭമിഴും വിനതാത്മജൻ അനന്താഗ്രേ തുല്യമില്ലാതെ വേഗത്തോടു താൻ പറക്കുമ്പോൾ വല്ലാതെ കൃശമശകാദികളതു കണ്ടിട്ടെല്ലാരും അടങ്ങുന്നു. വല്ലഭമില്ലായകയാൽ വല്ല ജാതിയും തന്നാൽ തന്നാലായതു മുതിർന്നെല്ലാ ജാതിയും പറക്കെന്നു വന്നിടും നൂനം. മെല്ലെ മെല്ലവേ പുനരെന്ന് അതോർത്താകും വണ്ണം അല്ലലെന്നിയെ സംക്ഷേപിച്ചു ചൊല്ലിടാമല്ലോ. ചൊല്ലിടും ഗണേശനും വാണിയും മുകുന്ദനും ചൊല്ലിന പൗരാണികാചാര്യനാം വ്യാസം താനും. സ്വർലോകാധിപൻ മുമ്പാം ആശാധിപതികളും വല്ലായ്മയൊഴിച്ചു ഭൂദേവ ദേവതകളും കല്യാണം വളർത്തുവാൻ നാരദമുനീന്ദ്രനും എല്ലാരും അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കുന്നേൻ. ശ്രീവേദവ്യാസമുനി ചമച്ച പുരാണത്തിൽ ശ്രീമഹാഭാഗവതം തന്നിലും പരമാർത്ഥം സത്യജ്ഞാനാനന്ദം സത്യജ്ഞാനാനന്ദൻ അനന്താദ്വയാമൃതപൂർണം സജ്ജിത് ബ്രഹ്മാഖ്യം പരമാനന്ദമുപാസിച്ചേൻ. ഈശനും പ്രപഞ്ചവും ഏകമെന്നുറച്ചു ഞാൻ. ഈശനെ ദേശികനെന്നറിഞ്ഞു തെളിഞ്ഞപ്പോൾ ദേശിക പാദപത്മമെന്നുള്ളിൽ ഉറപ്പിച്ചേൻ. ദേശികാത്മജ പരമാനന്ദ സമന്വിതം ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശന്റെ കാരുണ്യത്താൽ കേവലമൊന്നായി കണ്ടേൻ. അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങൾ ഒന്നുമേ കാണാനില്ല ഞാൻ ഒഴിഞ്ഞൊരിടത്തും എന്നതിനുപദേശ സാധനമിതു തന്നെ. നന്നായി കേട്ടുകൊള്ളുവിൻ മറ്റൊന്നും നിനയാതെ. നൈമിഷവനത്തിലെ വിഷ്ണുക്ഷേത്രത്തിങ്കൽ മാമുനിവരന്മാരാം ശൗനകാദികളെല്ലാം സ്വർഗത്തെ ലഭിപ്പാനായി സത്രത്തെ തുടങ്ങിനാർ. സദ്ഗതി വരുവാനും ഹേതുവാം അതുതന്നെ. 1000 ആണ്ട് കൂടിക്കഴിഞ്ഞുകൂടുന്നതങ്ങാരാലും ഉപദ്രവം കൂടാതെ ചൊല്ലും കാലം ചെന്നിതു വ്യാസശിഷ്യനായുള്ള സൂതൻ നന്നായി സൽക്കാരം ചെയ്തിരുത്തി. മുനികളും പുണ്യവാനായ ഭവാൻ വന്നത് നന്നായി വന്നു, ധന്യന്മാരെന്നു വന്നു ഞങ്ങളും അതിനാലേ. ധർമ്മശാസ്ത്രങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ നിർമ്മലനായി ഭവാനൊക്കവേ പാഠമല്ലോ. വേദാന്ത പൊരുളറിഞ്ഞിടിന മുനികളും വേദാന്തവിത്താം വേദവ്യാസനം മുന്നം സാദരം അരുൾ ചെയ്തതൊക്കെ അഭ്യസിച്ച നീ മോദേന വന്നതിപ്പോൾ ഞങ്ങൾക്കൊരനുഗ്രഹം. സ്നേഹമെത്രയും പാരമുള്ള ശിഷ്യന് ഗുഹ്യമായതുപദേശിച്ചിടുന്നു ഗുരുക്കന്മാർ. ചേതസി നിന്ന സ്നേഹം വേദവ്യാസന പാരം. വാസന ശുശ്രൂഷാദിയാകിയ ഗുണങ്ങളാൽ ആകയാൽ സാരമായ മോക്ഷസാധനമെന്തൊന്നായതു തവ മതി നിശ്ചയം പറകടോ. ഇക്കലിയുഗത്തിങ്കൽ മാനുഷപരിഷകൾ ദുഃഖിതന്മാരായുള്ളൂ നിത്യോപദ്രവങ്ങളാൽ. അല്പായുസുകളുമായി അല്പബുദ്ധികളുമായി അല്പഭാഗ്യന്മാരുമായി മിക്കതുമുള്ളൂ നൂനം കേൾക്കേണ്ടത് സംഖ്യമായുണ്ടാവയെല്ലാം ഇപ്പോൾ. വ്യാഖ്യാനം ചെയ്യുവാൻ കാലമില്ലെന്ന് വന്നുകൂടും. എന്നാലെന്തതിൻ സാരമുള്ളതെല്ലാവർക്കും ഒന്നുകൊണ്ടുടൻ ബുദ്ധി തെളിഞ്ഞു വരുന്നതായി എത്രയും ചുരുക്കമായി അത്യന്തം മനോജ്ഞമാം വസ്തുവായിരിപ്പതു സത്വരം പറക നീ. ദേവകിയിങ്കൽ വസുദേവന് സുധനായി ദേവകൾ ദേവൻ പിറന്നൊരു നാളുള്ള കഥ കേൾക്കണമെന്നുമുണ്ട് തോന്നുന്നു. ഞങ്ങൾക്കിപ്പോൾ ഓർക്കുമ്പോൾ എല്ലാറ്റിലും അക്കഥയല്ലീ നല്ലൂ. തന്തിരുവടിയുടെ തിരുനാമങ്ങളിലൊന്ന്
അന്ധനായറിയാതെ ചൊൽക്കിലും ഗതിയല്ലോ. ആത്മശുദ്ധിയിൽ കൊതിയുള്ളവനാകിൽ പരമാത്മാവാം കൃഷ്ണൻ കഥ കേൾപ്പാനാഗ്രഹമുണ്ടാം. രസജ്ഞന്മാരെന്നാകിൽ കേട്ടോളം കേൾപ്പാൻ തോന്നും. രസങ്ങളിതിന്മേതേ മറ്റൊന്നുമില്ലതാനും ഞങ്ങൾക്കു മതിയാകയില്ലതു. കേൾക്കും തോറും മംഗളചരിതങ്ങൾ ചൊല്ലു നീ മടിയാതെ. വന്നിതു കലിയുഗമെന്നറിഞ്ഞതു മൂലം വന്നു വൈഷ്ണവ ക്ഷേത്രം പൊക്കിതു ഞങ്ങളോടോ. തന്തിരുവടിയുടെ ചരിതം കേട്ടു കൊള്ളുവാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു വസിക്കുമ്പോൾ അന്തരാ വന്നു ഭവാനീശ്വര കാരുണ്യത്താൽ സന്താപമകന്നിതു മിക്കതും കണ്ടപ്പോഴേ.